യൂണിറ്റ് 7 ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ജനാധിപത്യം ഒരു ഭരണക്രമം എന്നതിലുപരി ഒരു ജീവിത രീതി കൂടിയാണ്. പൗരജീവിതത്തിലെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന വികാസ പരിണാമങ്ങൾക്ക് കാരണമാകുന്ന വിധത്തിൽ ഇന്ത്യയിൽ വിവിധ സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് പ്രതിപാദിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ചിത്രമാണ് ആദ്യത്തേത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രിയാമ്പിൾ. നിയമനിർമ്മാണ സഭയുടെ ചിത്രമാണ് അടുത്തത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ സ്വതന്ത്രാധികാരത്തോടുകൂടി ചില സ്ഥാപനങ്ങളും രൂപീകരിച്ചിരുന്നു. അവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അവയുടെ ഉറവിടം ഭരണഘടന തന്നെയാണ്. സ്വതന്ത്ര അധികാരത്തോടെ ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം രൂപീകരിക്കപ്പെട്ട ചില സ്ഥാപനങ്ങൾ, അവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നാണ് പറയുന്നത്. പാർലമെന്റ് ഉറവിടമായ സ്ഥാപനങ്ങൾ ഭരണഘടനേതര സ്ഥാപനങ്ങൾ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ചില സ്ഥാപനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും മറ്റുള്ളവ ഭരണഘടനേതര സ്ഥാപനങ്ങൾ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്താണ്? ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം രൂപീകരിക്കപ്പെട്ടവ. അവ ഭരണഘടന നിലവിൽ വരുമ്പോൾ തന്നെ സ്വതന്ത്രമായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും. ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും ചുമതലകളുമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇനി നോക്കൂ, ചില പത്രവാർത്തകളാണ് പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തും. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. മധ്യപ്രദേശ് പിന്നാക്ക വിഭാഗങ്ങൾക്കായി കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വിഭാഗങ്ങളുടെ സാമ്പത്തിക പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള നടപടികളും ഇതിലുണ്ടാകുമെന്ന് കമ്മീഷൻ അറിയിച്ചു. വിദ്യാഭ്യാസ അവകാശം ഉറപ്പുവരുത്തും ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അടുത്ത വാർത്ത എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിനായി നടപടി. ന്യൂഡൽഹി. രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പുരോഗതിക്കായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും അറിയിച്ചു. ഈ വിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി പാർപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും സംവരണാനുകൂല്യങ്ങളും സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിനുള്ള ശുപാർശകൾ നൽകുമെന്നും കമ്മീഷനുകൾ അറിയിച്ചു. പട്ടികജാതി പട്ടികവർഗങ്ങളുടെ ഉന്നമനത്തിനായുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അടുത്തതോ, മനുഷ്യാവകാശ ലംഘനം. കമ്മീഷൻ കേസെടുത്തു. ന്യൂഡൽഹി. തൊഴിൽ മേഖലയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിവിധ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നടപടി. മനുഷ്യാവകാശ കമ്മീഷൻ തൊഴിൽ മേഖലയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ കേസെടുത്തു എന്നാണ് ആ വാർത്ത. അടുത്തതോ, സ്ത്രീ സുരക്ഷാ നടപടികൾ അനിവാര്യം. സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാനും സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതിനും സർക്കാരുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകുമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അറിയിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 7 ഘട്ടങ്ങളിലായാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് കമ്മീഷൻ അറിയിച്ചു. ഇതിനു മുന്നോടിയായി വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള നടപടികളും കമ്മീഷൻ ആരംഭിച്ചു. ഇവിടെ ഏത് കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്? തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച്. അടുത്തതോ, ന്യൂനപക്ഷാവകാശ സംരക്ഷണം. കമ്മീഷൻ ഇടപെട്ടു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങളിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. മത ഭാഷ സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ
സംരക്ഷിക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങളും കമ്മീഷൻ മുന്നോട്ട് വച്ചു. ഈ തന്നിരിക്കുന്ന വാർത്തകളിൽ ജനാധിപത്യത്തിന്റെ സ്ഥാപനവൽക്കരണത്തിനായി രൂപീകരിച്ചിട്ടുള്ള വ്യത്യസ്ത സംവിധാനങ്ങളെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അവ ഏതെല്ലാമെന്ന് കണ്ടെത്താമോ? ഏതൊക്കെയാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനുകൾ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഈ സ്ഥാപനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെന്നും ഭരണഘടനേതര സ്ഥാപനങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണെന്ത്? ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്റെ ഉറവിടം ഭരണഘടനയാണ്. ഈ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന എന്നിവയിൽ മാറ്റം വരുത്തുന്നതിന് ഭരണഘടനാ ഭേദഗതി അനിവാര്യവുമാണ്. എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ രൂപീകരിക്കപ്പെട്ട സ്വയംഭരണ സ്ഥാപനങ്ങളാണവ. പിന്നെ ഈ സ്ഥാപനങ്ങളുടെ അധികാരത്തിന്റെ ഉറവിടം ഭരണഘടനയാണ്. ഈ സ്ഥാപനങ്ങളുടെ അധികാരം, ഘടന ഇവയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്താൽ മാത്രമേ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് രൂപം കൊള്ളുന്നവയാണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ. എന്താണ് ഭരണഘടനേതര സ്ഥാപനങ്ങൾ? പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾക്കനുസൃതമായി രൂപം കൊള്ളുന്നവ ഭരണഘടനേതര സ്ഥാപനങ്ങളാണ്. ഇവയ്ക്ക് പിന്നീട് ആവശ്യാനുസരണം ഭരണഘടനാ പദവി ലഭിക്കാറുണ്ട്. ആദ്യം ഭരണഘടനാ സ്ഥാപനമല്ലാതെ നിലനിൽക്കും. പിന്നീട് അവ അനുമതി ലഭിച്ച് ഭരണഘടനാ പദവി അവയ്ക്ക് ലഭിക്കാറുണ്ട്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം തുടങ്ങിയ ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുന്നതിൽ ഈ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ സമത്വം, സ്വാതന്ത്ര്യം, സാമൂഹിക നീതി, മതേതരത്വം ഈ ആശയങ്ങളെയൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാനാണ് ഈ സ്ഥാപനങ്ങൾ മുഖ്യ പങ്ക് വഹിക്കുന്നത്. രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. പിന്നാക്ക വിഭാഗത്തിലുള്ള ജനങ്ങളെയും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്നവരെയും ന്യൂനപക്ഷങ്ങളെയും എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത്. അരികവൽക്കരിക്കപ്പെട്ടവർ, ദുർബലരുമായിട്ടുള്ള ജനവിഭാഗങ്ങൾ ഇവരുടെയൊക്കെ പങ്കാളിത്തത്തിലൂടെ മാത്രമേ ജനാധിപത്യം വിജയം കൈവരിക്കുകയുള്ളൂ. സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരും ദുർബലരുമായിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം വിജയം കാണുകയുള്ളൂ. അതിനായി അത്തരം വിഭാഗങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നീതിപൂർവം പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഈ ധർമ്മം നിർവഹിക്കുന്നതിൽ ഭരണഘടന, ഭരണഘടനേതര സ്ഥാപനങ്ങൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. അപ്പോൾ എല്ലാ വിഭാഗത്തിലും ഉൾപ്പെട്ട ജനങ്ങളെ ഉൾച്ചേർത്തുകൊണ്ട് മാത്രമേ ജനാധിപത്യം വിജയം കൈവരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കൈവരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വിഭാഗക്കാരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നീതിപൂർവമായി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അതിനായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണെന്ത്? ഈ ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനേതര സ്ഥാപനങ്ങളും. അപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ വ്യാപനത്തെ സഹായിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തന്നിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണല്ലേ തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ്? വോട്ട് ചെയ്യുന്നതിനായി ആളുകൾ വരിവരിയായി നിൽക്കുന്നു, വിരലിൽ മഷി പുരട്ടുന്നു, ബൂത്ത് സജ്ജീകരണത്തിന്റെ ചിത്രം തന്നിട്ടുണ്ട്, വോട്ടിംഗ് മെഷീന്റെ ചിത്രമെല്ലാം തന്നിരിക്കുന്നു.
ഇന്ത്യയിൽ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇന്ത്യയിലേത് ജനാധിപത്യ ഭരണക്രമമാണ്. അതിൽ തിരഞ്ഞെടുപ്പുകൾക്ക് നിർണായകമായ പങ്കാണുള്ളത്. കൂട്ടുകാർക്കറിയാമല്ലോ, ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ജനപ്രതിനിധികളും ഭരണാധികാരികളും അധികാരത്തിലെത്തുന്നത് എങ്ങനെയാണ്? തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. സാധാരണ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയാണ് ജനാധിപത്യ ഭരണക്രമത്തിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിന് സ്വതന്ത്രവും ആധികാരികവുമായ ഒരു സംവിധാനം അനിവാര്യമാണ്. ഇന്ത്യയിൽ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ചെയ്യുന്നത്? സ്വതന്ത്രവും ആധികാരികവുമായ രീതിയിൽ നീതിപൂർവവും നിഷ്പക്ഷവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നു. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഭരണഘടനാ സ്ഥാപനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തിന്റെ പേരാണ് നിർവാചൻ സദൻ. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25-നാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. എന്നാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്? 1950 ജനുവരി 25-ന്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താണ്? ഭരണഘടന അനുശാസിച്ചിട്ടുള്ള നിയമപ്രകാരമായിരിക്കും അത് രൂപം കൊണ്ടിട്ടുണ്ടാവുക. ഭരണഘടനയിലെ അനുച്ഛേദം 324 പ്രകാരമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? 3 അംഗങ്ങളാണുള്ളത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും, 3 അംഗങ്ങൾ ചേർന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. ഇനി ഇവരുടെ കാലാവധി എത്രയാണ്? 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ ആണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. 3 അംഗങ്ങളാണുള്ളത്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് വരെയോ, ഇവയിൽ ഏതാണോ ആദ്യം അത്രയും കാലമാണ് ഔദ്യോഗിക കാലാവധി. ഇനി ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. അപ്പോൾ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എത്ര അംഗങ്ങളാണെന്ന് പഠിച്ചു. അവരുടെ കാലാവധിയെക്കുറിച്ച് പഠിച്ചു. ഇനി അവരെ പുറത്താക്കണമെങ്കിൽ എന്ത് വേണം? ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. പുറത്താക്കുന്നത് എപ്പോഴാണ്? ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുമ്പോഴാണ് ഒരാളെ ആ തൽസ്ഥാനത്തു നിന്ന് പുറത്താക്കുന്നത്. ഇവിടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പുറത്താക്കണമെങ്കിൽ അത് ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ ഒരു കാര്യം പറഞ്ഞത് എന്താണ്? സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. ഇനി നോക്കൂ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇക്കാലത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ സംവിധാനമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അത് ആദ്യമായി കേരളത്തിൽ 1982 പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. പിന്നീട് 2004 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ് എന്നീ 2 യൂണിറ്റുകളാണ് ഉള്ളത്. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി
വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ വിവിപാറ്റ് സംവിധാനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും ഫലപ്രഖ്യാപനം വേഗത്തിലാക്കാനും തിരഞ്ഞെടുപ്പ് ചിലവുകൾ കുറയ്ക്കാനും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സഹായിക്കുന്നു. ഇപ്പോഴുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയൊക്കെ നടക്കുന്നത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ്. ജനാധിപത്യത്തിന്റെ സംസ്ഥാപനത്തിനായി രൂപം കൊണ്ട ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സുപ്രധാനമായ ചുമതലകളാണ് നിർവഹിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന സംഭാഷണം ശ്രദ്ധിക്കൂ. എനിക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് 18 വയസ്സ് പൂർത്തിയാകണം. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്താണ് ഇതിനകത്ത് പറയുന്നത്? ഒരു കുട്ടി ചോദിക്കുന്നു, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? അപ്പോഴെന്താണ് മുതിർന്ന ആൾ പറയുന്നത്? ഇല്ല, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ 18 വയസ്സ് പൂർത്തിയാകണം. നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തിരിച്ചറിയൽ കാർഡ് വോട്ടേഴ്സ് ഐ ഡി ലഭ്യമാക്കുന്നതും ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മറ്റെന്തെല്ലാം ചുമതലകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്? നമുക്ക് നോക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലകൾ: വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. അത് നിങ്ങൾ ആ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കിയല്ലോ. അടുത്തതെന്താണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. അപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്, ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്, ലോകസഭയിലേക്കും രാജ്യസഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള അംഗങ്ങളെ ഒക്കെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടമുണ്ട്. ആ തിരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പുണ്ട്, നിയന്ത്രണവുമുണ്ട്. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശക പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. എന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കണം, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കണം, സൂക്ഷ്മമായി പരിശോധിക്കണം, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കണം, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കണം. പിന്നെയോ വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കണം, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും. തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ പല തർക്കങ്ങളുണ്ടാകും, അത് പരിഹരിക്കണം. വോട്ടെടുപ്പും വോട്ടെണ്ണൽ തീയതി, എന്നാണ് വോട്ടിംഗ് എന്നുള്ള തീയതി നിശ്ചയിക്കണം, വോട്ട് എണ്ണുന്ന തീയതിയും നിശ്ചയിക്കണം, ഫലപ്രഖ്യാപനവും നടത്തണം. തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. പിന്നെ എന്താണ് ചെയ്യാനുള്ളത്? ഈ തിരഞ്ഞെടുപ്പിന് വലിയ ചെലവുണ്ടാവും, അപ്പോൾ അത് പരിശോധിക്കണം, തുടർ നടപടികൾ സ്വീകരിക്കണം. ഇത്രയും വലിയ ചുമതലകളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ തുടങ്ങിയവ നിർവചിക്കുന്നതിനും വിപുലവും സങ്കീർണവുമായ തിരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമവും ബഹുജന പങ്കാളിത്തമുള്ളതുമാക്കി മാറ്റുന്നതിനും സുസംഘടിതമായ നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ ഇവയൊക്കെ നിർവചിക്കുന്നതിനും ഈ വളരെ വലിയതും സങ്കീർണവുമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി സുസംഘടിതമായ ചില നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. 1950ലെയും 51ലെയും ജനപ്രാതിനിധ്യ നിയമങ്ങൾ എന്നാണ് ഈ നിയമങ്ങൾ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം 327 വകുപ്പ് അനുസരിച്ചാണ് ഈ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ 327 വകുപ്പ് അനുസരിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയ വിശദമായി തന്നെ ഈ നിയമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത് മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളും ഈ നിയമങ്ങളിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ആ നിയമങ്ങളെന്ന് നമുക്ക് നോക്കാം. ജനപ്രാതിനിധ്യ നിയമം 1950, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1950. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ
നിശ്ചയിക്കുന്നതിനും അവയുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950 ജനപ്രാതിനിധ്യ നിയമം. 1950 ജനപ്രാതിനിധ്യ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക. പാലക്കാട് നിയോജക മണ്ഡലം, വയനാട് നിയോജക മണ്ഡലം എന്നിങ്ങനെ കൂട്ടുകാർ കേട്ടിട്ടില്ലേ? ഇതുപോലെയുള്ള ഓരോ നിയോജക മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, അവയുടെ അതിർത്തി പുനർനിർണയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നീ വ്യവസ്ഥകളൊക്കെ ക്രോഡീകരിക്കുന്ന നിയമമാണ് 1950 ജനപ്രാതിനിധ്യ നിയമം. എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഏകാംഗ മണ്ഡലങ്ങളാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നു. നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ എന്നിവരുടെ നിയമനം, വോട്ടർ പട്ടിക തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഈ നിയമത്തിൽ പറയുന്നത്? നിയോജക മണ്ഡലങ്ങളുടെ വിഭജനം, പുനർനിർണയം, മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ, ഈ 3 കൂട്ടരുടെയും നിയമനവും വോട്ടർ പട്ടിക തയ്യാറാക്കലും അവയെല്ലാമാണ് ജനപ്രാതിനിധ്യ നിയമം 1950 അനുശാസിക്കുന്നത്. ഇനി അടുത്തത് ജനപ്രാതിനിധ്യ നിയമം 1951. അതിലെന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ഇന്ത്യൻ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണയിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിനുമുള്ള നിയമമാണ് 1951 ജനപ്രാതിനിധ്യ നിയമം. 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? തിരഞ്ഞെടുപ്പ് നടത്തുന്നത്, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യത അയോഗ്യതയൊക്കെ നിശ്ചയിക്കുക, പിന്നെയോ തിരഞ്ഞെടുപ്പ് തർക്കങ്ങൾക്കുള്ള പരിഹാരം, അവയൊക്കെയാണ് 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നത്. ഈ നിയമത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യതകൾ അയോഗ്യതകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ ചുമതലകളും യോഗ്യതകളും ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്? പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ അയോഗ്യരാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സംവിധാനത്തെക്കുറിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെക്കുറിച്ചും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് നിരീക്ഷകരെക്കുറിച്ചും റിട്ടേണിംഗ് ഓഫീസർമാരെക്കുറിച്ചും അവരുടെ ചുമതലകൾ യോഗ്യതകൾ ഒക്കെ ഈ നിയമത്തിൽ നിർവചിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ചും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ നടത്തണം. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നിയമപ്രകാരം ഏത് സംഘടനയ്ക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏത് സംഘടനയ്ക്ക് വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായി മാറണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം. ദേശീയ പാർട്ടി, പ്രാദേശിക പാർട്ടി എന്നീ പദവികൾക്കുള്ള മാനദണ്ഡങ്ങളും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. എന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് നടത്തുക, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യതയും അയോഗ്യതയും നിർണയിക്കുക, തിരഞ്ഞെടുപ്പിലുള്ള തർക്കങ്ങളുടെ പരിഹാരം, കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെയോ പാർലമെന്റ് അംഗങ്ങളുടെ യോഗ്യത അയോഗ്യതയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ്? ഈ ഓഫീസർമാരുടെ ചുമതലകളെക്കുറിച്ചും യോഗ്യതകളെക്കുറിച്ചും പറയുന്നുണ്ട്. ഏതൊക്കെ ഓഫീസർമാരാണ്? സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഓരോ സംസ്ഥാനങ്ങളിലുമാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ടാവുക.
പിന്നെ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാര്, തിരഞ്ഞെടുപ്പ് നിരീക്ഷകര്, റിട്ടേണിംഗ് ഓഫീസർമാര്, ഇവരുടെയൊക്കെ ചുമതലകളും യോഗ്യതകളെ കുറിച്ചൊക്കെ ഈ നിയമത്തിൽ പറയുന്നുണ്ട്. പിന്നെയോ രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഏത് ഒരു സംഘടനയ്ക്ക് വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായി മാറാം. അതിനുള്ള മാനദണ്ഡം എന്താണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണം. പിന്നെ എന്താ പറയുന്നത്? ഈ പാർട്ടികൾക്കുള്ള ചിഹ്നങ്ങൾ, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളും ഈ നിയമത്തിൽ 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നുണ്ട്. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. ഭരണഘടനയുടെ 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. അത് ഏത് ഭേദഗതികളിലൂടെയാണ് നിലവിൽ വന്നത്? 73, 74 ഭേദഗതികളിലൂടെ, ഭരണഘടനാ ഭേദഗതികളിലൂടെയാണത് നിലവിൽ വന്നത്. ഈ 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പഞ്ചായത്തി രാജ് നിലവിൽ വന്നത് ഈ 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ്. പഞ്ചായത്തി രാജ്, നഗരപാലിക നിയമമൊക്കെ 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെയാണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ നിലവിൽ വന്നു. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണത് പറഞ്ഞിട്ടുള്ളത്? 243K, 243ZA എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നാൽ പഞ്ചായത്തുകൾ. പഞ്ചായത്തുകളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുടെ ചുമതല എന്താണ്? പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം, നിയന്ത്രണം, ഇവയാണ് ചുമതലകൾ. വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടവും നിയന്ത്രണവും ഒക്കെ നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എവിടുത്തെ? പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുപ്പിന്റെ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതായത് പഞ്ചായത്തിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും ആരാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് 1993 ഡിസംബർ 3. ഇന്ത്യയെ പോലെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായതും ഉയർന്ന ജനസംഖ്യയുമുള്ളതുമായ രാജ്യത്ത് ജനാധിപത്യ ഭരണക്രമം രൂപപ്പെടുത്തുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രധാന പങ്കാണുള്ളത്. ഇന്ത്യയെ പോലെ വൈവിധ്യം നിറഞ്ഞ ഒരു രാജ്യം, ഉയർന്ന ജനസംഖ്യയുള്ള ഒരു രാജ്യം, ഇവിടെ ജനാധിപത്യ ഭരണക്രമം രൂപപ്പെടുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രധാന പങ്കുണ്ട്. സാമൂഹികം, സാമ്പത്തികം, ലിംഗപരം തുടങ്ങിയ അസമത്വങ്ങളാൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട നിരവധി ജനവിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തുണ്ടായിരുന്നു. ഇത്തരം ജനവിഭാഗങ്ങളെ തിരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയുടെ ഭാഗമാക്കുക വഴി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കുക എന്ന കർത്തവ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിച്ചിട്ടുള്ളത്. രാജ്യത്തിലെ വിവിധ തലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പുകളുടെ സുതാര്യവും നീതിയുക്തവുമായ നിർവഹണത്തിലൂടെ ഈ ഭരണഘടനാ സ്ഥാപനത്തെ ജനാധിപത്യപരമായി കൂടുതൽ ശക്തവും അർത്ഥപൂർണവുമാക്കുന്നു. എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കുന്നത്? തിരഞ്ഞെടുപ്പിലൂടെ. തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും, സ്ത്രീകള്, പുരുഷന്മാര്, ജാതിമതഭേദമന്യേ, ഭാഷാഭേദമന്യേ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പാണ് നടത്തുന്നത്.
സുതാര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ഇപ്പോഴത്തേത് 2024 ആരാണ്? രാജീവ് കുമാറാണ് 2024 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി ദേശീയ സമ്മതിദായക ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണത്? ജനുവരി 25-നാണ്. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നു. 2011 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. 1950 ജനുവരി 25-നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 25-നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനം, നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നു. രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുന്നതിനും സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നത്. എന്തിനാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നത്? രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളികളാക്കുന്നതിന്, സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനുമാണ്. അത് വിനിയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നത്. ഇനി നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഇംപീച്ച്മെന്റ്. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു അവരുടെ കാലാവധി, ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അവരെ പുറത്താക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. എന്താണ് ഇംപീച്ച്മെന്റ്? ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്നും പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്ന പ്രക്രിയയാണെന്ത്? ഇംപീച്ച്മെന്റ്. ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്ന വ്യക്തികളെ ആ സ്ഥാനങ്ങളിൽ നിന്ന് പാർലമെന്ററി നടപടിക്രമങ്ങളിലൂടെ പുറത്താക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.